ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं. എല്ലാ മക്കളും നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞു. വളരെ അടിപൊളിയായിട്ട് നമുക്ക് നാളത്തെ പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട്. എല്ലാ മക്കളും സെറ്റ് ആണെങ്കിൽ, എല്ലാ മക്കളും അടിപൊളിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് വീഡിയോ മുഴുവനായിട്ട് എൻ്റെ മക്കൾ കാണുക. നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് ഏറ്റവും നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കഴിയുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുള്ള നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് സാർ ഡിസ്കസ് ചെയ്യുന്നത്. ജോഡെ ഓർ വാക്യ ലിഖേ അല്ലേ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? താഴെ നിങ്ങൾക്ക് കാണാം 4 കോളം തന്നിട്ട് നമുക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് ABCD എന്നാക്കുന്നു അല്ലെ. അപ്പൊ അതിലുണ്ട് ഉഗ്നെ, കിൽനെ, പക്നെ, ഉഡ്നെ, ജീനെ. രണ്ടാമത്തെ കോളത്തിൽ കേലിയെ വേണ്ടി എന്ന് കൊടുത്തിട്ടുണ്ട്. ജമീൻ, പിന്നെ തോടിസി ആഗ്, പങ്ക ഓർ ആസമാൻ, മിട്ടി ഓർ ബൂന്ത്, ഹവ ഓർ ധൂപ്പ്, അവസാനം ചാഹിയെ വേണം എന്നുമുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഉഗ്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളയ്ക്കാൻ അല്ലേ. അതേപോലെ കിൽനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരിയാൻ. അതേപോലെ പക്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകമാവാൻ വേണ്ടി. അതേപോലെ ഉഡ്നെ എന്ന് പറഞ്ഞാൽ പറക്കാൻ അല്ലേ. അതേപോലെ ജീനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ. അപ്പൊ 5 എണ്ണം നമ്മൾ എന്ത് ചെയ്തു, സെറ്റാക്കി അല്ലേ. വേണ്ടി അല്ലെ, ജീവിക്കാൻ, മുളയ്ക്കാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി, പാകപ്പെടാൻ വേണ്ടി, പറക്കാൻ വേണ്ടി നമുക്ക് പറയാം കേലിയെ. അപ്പൊ രണ്ടാമത്തെ സെയിം ആണ്. ഇനി മൂന്നാമത്തെ നമ്മൾ ഇതിന് മുളയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതിന്, അതേപോലെ വിരിയാൻ വേണ്ടിയിട്ടുള്ളതിന്, പാകമാകാൻ വേണ്ടിയിട്ടുള്ളതിന്, പറക്കാൻ വേണ്ടിയിട്ടുള്ളതിന്, അതേപോലെ ജീവിക്കാൻ വേണ്ടി, ഇതിനെ കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് എടുക്കണം. അപ്പം നമുക്ക് ആദ്യം നോക്കാം. മുളയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം എന്നാണ് നമ്മൾ ആ കവിതയിലൂടെ പഠിച്ചത്. എന്തായിരുന്നു? യെസ്, നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തായിരുന്നു നമുക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നത്? യെസ് എന്താണ്? യെസ്, ഉഗ്നെ, മുളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മിട്ടി ഓർ ബൂന്താണ് അല്ലെ. നമുക്ക് ഫസ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ദാ നോക്കൂ, മിട്ടി ഓർ ബൂന്ത് ചാഹിയെ. ഉഗ്നെ കെ ലിയെ മിട്ടി ഓർ ബൂന്ത് ചാഹിയെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു വരച്ചു കൊടുക്കാം. ഉഗ്നെ കെ ലിയെ എന്താണ്? മിട്ടി ഓർ ബൂന്ത് ചാഹിയെ വേണം. ഒന്ന് നമുക്ക് ഇവിടെ പൂരിപ്പിച്ച് തന്നിട്ടുണ്ട്, ബാക്കി നമ്മൾ കണ്ടെത്തണം. രണ്ടാമത് നോക്കിയേ, കിൽനെ കെലിയെ വിരിയാൻ വേണ്ടിയിട്ട് എന്ത് വേണം നമുക്ക്? ഹവ ഓർ ധൂപ്പ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങോട്ട് എഴുതി കൊടുക്കണം. അപ്പൊ നോക്ക്, നമ്മൾ ഇത്തരത്തിൽ എഴുതുന്നു. ഉഗ്നെ കെലിയെ എന്താണ്, എന്താ വേണ്ടത് നമുക്ക്? യെസ്, ഹവ അല്ലെ. നമ്മളിവിടെ പറഞ്ഞു ഹവ ഓർ ധൂപ്പ് അല്ലെ. ഹവ ഓർ ധൂപ്പ് ചാഹിയെ. സെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ അടുത്തത് നോക്കി, നമുക്ക് വേറെ വേണ്ടത് എന്താ? പക്നെ, പാകമാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടത്? പാകമാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടത്? യെസ്, എന്താണ്? തോടിസി ആഗ്, കുറച്ച് തീ വേണം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തതിലേക്ക് എടുത്തിരുന്നു. എന്താ വേണ്ടത്? യെസ്, പക്നെ കെലിയെ. പക്നെ കെലിയെ നമുക്ക് എന്താ വേണ്ടത്? നോക്കിക്കോ, തോടിസി ആഗ് അല്ലെ. തോടിസി ആഗ് ചാഹിയെ. സെറ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. അതും നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ നോക്കിക്കോ, മൂന്നാമതായിട്ട് നമുക്ക് എന്ത് വേണം? നാലാമതായിട്ട് നമുക്ക് വേണം ഉഡ്നെ കെലിയെ, പറക്കാൻ വേണ്ടിയിട്ട് ചിറക് വേണം, അതേപോലെ ആകാശം വേണം നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ അത് എഴുതുന്നു അല്ലെ. എന്താണ്? ഉഡ്നെ കെലിയെ അല്ലെ. ഉഡ്നെ കെലിയെ എന്താ വേണ്ടത്? പങ്ക അല്ലെ, ചിറക് വേണം. അതേപോലെ ഓർ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറയുന്നുണ്ടാകും, ആസമാൻ അല്ലെ. ആസമാൻ ചാഹിയെ. അത് നമുക്ക് കിട്ടിയല്ലോ. അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത് നോക്കി, ജീനെ കെലിയെ, ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ജമീൻ ചാഹിയെ, അഥവാ ഭൂമി വേണം. നമുക്ക് കിട്ടി അല്ലേ. ഭൂമി വേണം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നു? ജീനെ കെലിയെ എന്താ വേണ്ടത്? ജമീൻ അല്ലേ. ജമീൻ ചാഹിയെ
ജീനെ കെ ലിയേ ജമീൻ ചാഹിയേ. അതായത് നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഭൂമി വേണം. ഇത്തരത്തിൽ നമുക്ക് കണക്ട് ചെയ്ത് എഴുതാം. അപ്പൊ നോക്കിയേ, ഉഗ്നെ കെ ലിയേ മിട്ടി ഓർ ബൂന്ത് ചാഹിയേ. രണ്ടാമത്തെ കിൽനെ എന്നാണ് കേട്ടോ. കിൽനെ കെ ലിയേ, ഇവിടെ കിൽനെ എന്നാണ് അല്ലെ. കിൽനെ വിരിയാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ കിൽനെ കെ ലിയേ അല്ലെ, കിൽനെ കെ ലിയേ വിരിയാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഹവാ ഓർ ധൂപ്പ് ചാഹിയേ. പക്നെ കെ ലിയേ തോടി സി ആഗ് ചാഹിയേ, പാകമാകാൻ വേണ്ടിയിട്ട് കുറച്ച് തീ വേണം. ഉഡ്നെ കെ ലിയേ പങ്ക ഓർ ആസ്മാൻ ചാഹിയേ. അതേപോലെ ജീനെ കെ ലിയേ ജമീൻ ചാഹിയേ. ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ കറക്റ്റ് ആക്കി വേണം. ഇത്തരത്തിൽ നമ്മൾ ചെയ്താൽ 5 മാർക്ക് നമുക്ക് കിട്ടും. ഇതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രസ്താവന നമുക്ക് നോക്കാം. കഹാനി സേ ഗുസരെ പ്രസ്താവ് പർ ശരി ഓർ ഗലത് അല്ലെ, സഹി ഓർ ഗലത്, ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയാൽ മതി. 20 സാൽ കെ ബാദ് അല്ലെ, 20 വർഷങ്ങൾക്ക് ശേഷം അല്ലെ, 20 വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള നമ്മുടെ ആ ഒരു മീഠാ സന്തര എന്നുള്ള പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ്. നോക്കാം നമുക്ക്. ലേഖക് ഷില്ലോങ് ഗയാ, 20 വർഷങ്ങൾക്ക് ശേഷം ലേഖകൻ എന്ത് ചെയ്തു? ഷില്ലോങ്ങിൽ പോയി. ഇത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ? വളരെ ശരിയാണ്. ഇനി നോക്കിക്കോ, ഗുമട്ടി സൂപ്പർ മാർക്കറ്റ് ബൻ ഗയ, ആ പെട്ടിക്കട സൂപ്പർ മാർക്കറ്റ് ആയി മാറി അല്ലെ, അത് തെറ്റാണ്. ആ പെട്ടിക്കട അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കി, യുവതി കെ പാസ് ഉസ്കി ചോട്ടി സി ലഡ്കി ബി ബൈഠി ഥി, ആ യുവതിയുടെ കൂടെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, അതും ശരിയാണ്. പിന്നെ നോക്കി, ലേഖക് കോ ബൂഢി കാങ്കി യാദായി, ലേഖകന് ആ വൃദ്ധയായ സ്ത്രീയെ കുറിച്ചുള്ള ഓർമ്മകൾ വന്നു, അതെന്തായിരുന്നു? ശരിയായിരുന്നു അല്ലെ. പിന്നെ നോക്കി, ഗുമട്ടീമെ വൃദ്ധ നസറായി, ആ പെട്ടിക്കടയിൽ ആ വൃദ്ധയായ സ്ത്രീയെ കണ്ടു, അത് തെറ്റാണ്, അവിടെ കണ്ടിട്ടില്ലായിരുന്നു അല്ലെ, അവർ മരണപ്പെട്ടു പോയിന്ന് പിന്നെ അവരോട് സംസാരിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. പിന്നെ നോക്കിയേ, ഗുമട്ടീമെ യുവതി അഗേലി ബൈട്ടീതി, ആ പെട്ടിക്കടയിൽ ആ യുവതി ഒറ്റക്കായിരുന്നു, തനിച്ചായിരുന്നു, അതും തെറ്റാണ്, അവരുടെ കൂടെ ഒരു ചെറിയ കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ എന്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? നാളത്തെ പരീക്ഷയിൽ നിങ്ങൾ കണ്ടേക്കാം. അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങളാണ് സാർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം നാളത്തെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? നാളത്തെ പരീക്ഷയ്ക്ക് നേരിടണം. ഇനി നമ്മുടെ മെഗാ മാരത്തോൺ ഉണ്ട്, കൃത്യം 7 മണിക്കാണ് നമ്മുടെ മെഗാ മാരത്തോൺ. അതിലെല്ലാ മക്കളും ജോയിൻ ചെയ്യുക, നമുക്ക് നല്ല അടിപൊളിയാക്കാം. അപ്പൊ എല്ലാ മക്കൾക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അൻസാറിന്റെ വക എല്ലാവർക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അഗ്ലാ ക്ലാസ് മേ അൻസാർ ഫിർ മിലേഗാ. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ ബൈ.